ഞാൻ ഇന്ന് കൊഴുവക്കറി ഉണ്ടാക്കാൻ പോവാണേ. അപ്പം ഞാൻ ഗ്യാസ് കത്തിച്ചിട്ട് ചട്ടിയിലാണ് കറി വെക്കണത്. അപ്പം ചട്ടി ചൂടായിട്ട് വേണം എണ്ണയൊക്കെ ഒഴിക്കാനായിട്ട്. നന്നായിട്ട് വെള്ളമൊക്കെ കളഞ്ഞിട്ട് നന്നായിട്ട് ചൂടായി വരണം. ചട്ടി ചൂടായിട്ടുണ്ടേ, അതിലോട്ട് കുറച്ച് എണ്ണ ഉപയോഗിച്ചാൽ മതി. എണ്ണ കുറച്ചേ ഒഴിക്കുള്ളൂ. എന്നിട്ട് എണ്ണ ചൂടായി വന്നിട്ടുണ്ട്. ചട്ടി ചൂടായിരുന്നുകൊണ്ട് എണ്ണ ഒഴിക്കുമ്പോൾ അപ്പം തന്നെ നന്നായിട്ട് ചൂടാവും. എന്നിട്ട് അതിലോട്ട് ചെറിയുള്ളി അരിഞ്ഞു വെച്ചേക്കുന്ന ചെറിയുള്ളി ഇടണം. പിന്നെ വെളുത്തുള്ളി അരിഞ്ഞ് ഇടാവളെ, ചതച്ചിട്ടാൽ അതിൻ്റെ ടേസ്റ്റ് മാറും. പിന്നെ പച്ചമുളക് ഇത്രയും ആദ്യം ഇടുക. എന്നിട്ട് ഒന്ന് നന്നായിട്ട് വഴറ്റുക. അതിലോട്ട് കുറച്ച് ഉപ്പും കൂടി ഇട്ട് കൊടുക്കണേ. ഇത് നന്നായിട്ട് ഇളക്കി കൊടുക്കണേ. അത് നന്നായിട്ട് മൂത്ത് വരണം, ഒരു ബ്രൗൺ കളറിൽ വരണം. അല്ലെങ്കിൽ കറി പെട്ടെന്ന് കേടായി പോകും. ഇത് വേണമെങ്കിൽ നമുക്ക് 2 ദിവസം വേണമെങ്കിലും വെച്ചേക്കാം, നന്നായിട്ട് മൂത്തിട്ട് പൊടിയിട്ട് കഴിഞ്ഞാൽ. ഇതിലോട്ട് കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് മൂപ്പിക്കാം കേട്ടോ. ഇതിൻ്റെ കൂട്ടത്തിൽ തന്നെ നമുക്ക് ഒരു കറിവേപ്പില എടുത്തിട്ട് ഇടാം കേട്ടോ. ഇത് ഞങ്ങളുടെ വീട്ടിലുണ്ടായ കറിവേപ്പിലാണേ. കാരണം ഇപ്പം മഴ സമയമായതുകൊണ്ട് നന്നായിട്ട് വളർന്നിരിക്കണമായിരുന്നു. ഇപ്പോൾ കേട് വന്നിരിക്കണം. മഴ സമയമാകുമ്പം ഇലകളൊക്കെ ഇങ്ങനെ ഒരു മുരടിച്ച് വരും. ഉള്ളിയും മൂത്തിട്ടുണ്ട്, നന്നായിട്ട് മൂത്തിട്ടുണ്ട്. ഇനി സാധാരണ എല്ലാവരും പുളിയുടെ വെള്ളം ഒഴിക്കുക ചെയ്യണം. ഞാൻ പക്ഷെ അങ്ങനെയല്ല. ഇതിൻ്റെ കൂട്ടത്തിൽ തന്നെ ഇത് മൂത്ത് വരുമ്പോൾ തന്നെ പുളി എടുത്തിടും. അത് കഴുകി വെച്ചേക്കുന്ന പുളിയാണ്. ഇതിൻ്റെ കൂട്ടത്തിൽ തന്നെ അങ്ങ് മൂപ്പിക്കും. ഞാൻ വെള്ളം ഒഴിക്കാറില്ല. വെള്ളം കളഞ്ഞിട്ട് ഇതിൻ്റെ കൂട്ടത്തിൽ തന്നെ അങ്ങ് മൂപ്പിക്കും. എന്നിട്ട് അതിലോട്ട് എടുത്തു വച്ചിരിക്കുന്ന ഒരു തക്കാളി തന്നെ മൂപ്പിക്കും. സാധാരണ നെത്തോലി തേങ്ങ അരച്ചാണ് വെക്കുന്നത്, അതാണ് നല്ലത്. പക്ഷേ ഇന്ന് ചക്കയോ ചീനിയൊക്കെ ഉണ്ടെങ്കിൽ ഞങ്ങൾ മുളക് കറിയേ വെക്കുള്ളൂ, അതാണ് ടേസ്റ്റ്. ഇനി ഇത് വഴന്ന് വരണേ. തക്കാളി നല്ലോണം വഴന്ന് വരണം. ഇതെൻ്റെ രീതിയാണേ, പലർക്കും പല രീതിയാണ്. തക്കാളിയൊക്കെ വഴന്നിട്ടുണ്ട്. ഇനി നമുക്ക് അതിലോട്ട് മല്ലിപ്പൊടി കുറച്ചേ ഇടാവുള്ളേ. മുളക് പൊടി ആയിരിക്കണം മുമ്പന്തേ നിൽക്കേണ്ടത്. മല്ലിപ്പൊടി ഇടുക, എന്നിട്ടൊന്ന് വഴറ്റുക. അധികം മൂത്ത് പോവില്ല, തീ കുറച്ച് വെക്കണേ. എന്നിട്ട് അതിലോട്ട് മുളക് പൊടി ഇടുക. മുളക് പൊടി അധികം മൂത്ത് പോരുതും. വെള്ളം ഒഴിക്കുക. ഇതിൽ ഞാൻ ഉലുവപ്പൊടി ഇപ്പോൾ ഇടത്തില്ലേ. വെള്ളം ഇത്തിരി കൂട്ടി വെച്ചോ, കാരണം നമുക്ക് മീൻ ഇതിൽ കിടന്ന് വേകേണ്ടുള്ളതാണ്. അപ്പം ഇത്തിരി കൂട്ടി വെക്കണേ. ഞാനിവിടെ ചൂടുവെള്ളം ഇരുന്നുകൊണ്ട് ചൂടുവെള്ളമാണ് ഒഴിച്ചത്. ഇതിൽ 3 ഗ്ലാസും ചൂടുവെള്ളമാണ് ഞാൻ ഒഴിച്ചത്. അധികം നെത്തോലി ഇല്ല, കുറച്ച്. കറി നല്ലോണം തിളച്ചിട്ടേ മീൻ ഇടാവുള്ളേ, അതിന് മുന്നേ ഇടരുതേ. പിന്നെ ഞാൻ ഈ നെത്തോലി നല്ലോണം ഉപ്പുകല്ലിട്ട് ചട്ടിയിലിട്ട് നല്ലവണ്ണം കഴുകിയെടുത്തതാണ്. ഉപ്പുവെള്ളം ഇട്ട് നല്ലോണം ഇങ്ങനെ നമ്മൾ ഇതെടുക്കണം, നല്ലോണം കഴുകണേ.
ഇനി ഇതേ തിളച്ചിട്ടുണ്ട്, കറി തിളച്ചിട്ടുണ്ട്. ഇനി നമുക്ക് കഴുകി വച്ചിരിക്കുന്ന നെത്തോലി അതിലോട്ട് ഇട്ട് കൊടുക്കാം. ഇത് പെട്ടെന്നുള്ള പിള്ളേർക്കൊക്കെ ആണെങ്കിൽ, പുറത്തൊക്കെ പോയി നിൽക്കുന്ന പിള്ളേരാണെങ്കിൽ പെട്ടെന്ന് വെക്കാനുള്ള കറിയാണേ. ആദ്യം ഒന്ന് തീ കൂട്ടി വെച്ചിട്ട് പിന്നെ തീ കുറച്ച് വെക്കണേ. നോക്കിയപ്പോൾ കുറച്ചും കൂടെ വെള്ളം ഒഴിച്ചു കൊടുക്കാം നമുക്ക്. ഇതിൽ കിടന്ന് നന്നായിട്ട് വേഗണ്ടേ. ഇത് വെന്ത് വരുമ്പോഴത്തേക്ക് മേളിലിങ്ങനെ എണ്ണ തെളിഞ്ഞ് വരും. അധികം കട്ടിയായി കഴിഞ്ഞാൽ കൊള്ളില്ല, കുറച്ച് കുറുകിയിരിക്കണം കറി. ഇനി ഇതിലോട്ട് നമുക്ക് കറിവേപ്പില ഉണ്ടെങ്കിൽ, കഴുകി വച്ചേക്കുന്ന കറിവേപ്പില കുറച്ചും കൂടെ ഇടാം. ഇനി അതിൽ കിടന്ന് നന്നായിട്ട് വേകട്ടെ. അപ്പം കുറച്ച് നേരം കഴിഞ്ഞിട്ട് നമുക്ക് നോക്കുമ്പോൾ ഇത്തിരി കുറുകി വരും. അന്നേരം നമുക്ക് ഉലുവാപ്പൊടി ചേർക്കാം. അത് ഞാൻ കാണിച്ചു തരാം കേട്ടോ. കറി നന്നായിട്ട് തിളച്ചിട്ടുണ്ട്. ഇനി അവസാനം ഇത്തിരി ഉലുവാപ്പൊടി അതിലോട്ടങ്ങ് ഇട്ട് കൊടുത്താൽ മതി. ഉലുവാപ്പൊടി ഇടുക കേട്ടോ. തീ കുറച്ചിട്ട് അടച്ചു വെച്ചിട്ട് കുറച്ച് നേരം വെച്ചാൽ മതിയേ. അതെന്ന് വെച്ചാൽ നെത്തോലിക്ക് അധികം വേവൊന്നും ഇല്ലാത്തതാണ്. കറി ഏകദേശം ആയിട്ടുണ്ട്. ഞാൻ തുറന്ന് നോക്കട്ടെ. ഏകദേശം ഇല്ല, എണ്ണ നല്ല തെളിഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി അതിലോട്ട് ഇത്തിരി എണ്ണ, പച്ച വെളിച്ചെണ്ണ പുറമേ ഒന്ന് ഇത്തിരി ഒഴിച്ചു കൊടുക്കുക. കുറച്ച് ഒഴിച്ചാൽ മതിയേ. ഞങ്ങൾ എണ്ണയുടെ ഉപയോഗം കുറവാണ്. എന്നിട്ടൊന്ന് ജസ്റ്റ് ഒന്ന് ഇളക്കി ഇങ്ങനെ കൊടുത്ത് ടേസ്റ്റ് ഉപ്പുണ്ടോ എന്നൊക്കെ നോക്കി ആവശ്യാനുസരണം ഇടാവുന്നതാണ്. ഉപ്പൊക്കെ ഉണ്ട്. അപ്പം ഇത്രയേ ഉള്ളൂ ഉലുവക്കറി.